വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് അപ്പം, ഇടിയപ്പം, ഞാൻ, പൊറോട്ട, റൈസിൻ്റെയൊക്കെ സൈഡ് ഡിഷായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി, അല്ലെങ്കിൽ പാർട്ടിയിലൊക്കെ വിളമ്പാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇത് ഒരുപാട് മസാലയുടെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ചേർക്കുന്ന മസാലയുടെ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ ടേസ്റ്റ് തന്നെ. അപ്പോൾ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി നിങ്ങൾ ഈ ഒരു ക്രിസ്മസിന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ എല്ലോട് കൂടിയ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 3/4 കിലോ എടുത്തിട്ടുണ്ട്. ഒരു 750 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വലിയ കഷ്ണങ്ങളല്ല, ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും ചെറുതായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്, ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മളിട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2 ടീസ്പൂണോളം കാശ്മീരി ചില്ലിയാണ് കേട്ടോ നമ്മളിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ 1 കിലോ ഒക്കെ ആണെങ്കിൽ ഒരു 3 ടീസ്പൂണോളമൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി, ഇപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേറെ ഒന്നും വേണ്ട. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മഞ്ഞൾപ്പൊടി, ഉപ്പും മുളക് പൊടിയും എല്ലാം നന്നായിട്ടൊന്ന് ചിക്കനിൽ പുരട്ടുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഇതൊരു അരമണിക്കൂർ, കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഇങ്ങനെ പുരട്ടി വെക്കുക. ടൈം ഉണ്ടെങ്കിൽ 1 മണിക്കൂറിൽ വെച്ചോളൂ, അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും ഇങ്ങനെ പുരട്ടി വെക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതേ ഞാനിപ്പം നന്നായിട്ട് പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാഗ്നേറ്റ് ചെയ്യാൻ വെക്കാം. അപ്പം ഇത് നമുക്കിനി അരമണിക്കൂറിന് ശേഷം ചെയ്യാം. ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ വെച്ചാലും മതി. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമുക്ക് അതിന് മുന്നേ ഇതിലൊരു കുറച്ച് മസാല തയ്യാറാക്കണം. അതിലേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം മുഴുവൻ മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളകാണ്. മുഴുവൻ കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂണോളം നമ്മളുടെ വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു എന്താ പറയുക, നല്ലൊരു മണം വരുന്നവരെ മീഡിയം ഫ്ലെയിമിൽ, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. നല്ലൊരു സ്മെല്ല് വരുന്നവരെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ആ കറിവേപ്പിലയൊക്കെ കണ്ടോ ഒരു ക്രിസ്പി ആവുന്നതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഇപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. ചെറിയൊന്ന് ചൂടാറിയതിന് ശേഷം ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് തീരെ പൊടി പോലെ ആവണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ആ തരി പോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് പൊടിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഏകദേശം ഇതുപോലെയൊക്കെയാണ് കേട്ടോ ഞാൻ പൊടിച്ചിരിക്കുന്നത്. ഒരുപാട് പൊടിഞ്ഞിട്ടില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്ത രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു മറ്റൊരു പാൻ വെക്കാം. ആ പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് കൂടുന്നത്. ഏകദേശം 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇടാതിരിക്കരുത് ഒരിക്കലും. കടുക് ഇടുമ്പം പ്രത്യേക എന്നുവെച്ചാൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാൾ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂണോളം ജീരകവും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണോളം ജീരകവും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി ഒരു 2 ടേബിൾ സ്പൂണോളം ഉണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി. ഇതൊക്കെ ഈ ഒരു അളവിലെടുക്കുമ്പോൾ പ്രത്യേക ഫ്ലേവർ തന്നെയായിരിക്കും. അതൊന്നും മുരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ഒരു 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോഴാണ് കൂടുതൽ ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങി വരിക. അപ്പോൾ അതേ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരിക. ഇനി ഫ്ലെയിം വളരെ കുറച്ച് വെക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം പുരട്ടി വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ്റെ ഇതിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇനി ആ ഒരു എണ്ണയിലും ആ ഒരു ഇഞ്ചി കറിവേപ്പില എല്ലാം നന്നായിട്ടൊന്ന് എന്താ പറയുക, എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 2-3 മിനിറ്റോളം ഇങ്ങനെ മിക്സ് ചെയ്ത് ഒന്ന് കൊടുക്കുക. അപ്പോഴാ എണ്ണയിലൊക്കെ നമ്മുടെ ചിക്കൻ ഒന്ന് പിടിച്ച് വരും. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. വെള്ളമില്ലാതെയാണ് ഇത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2-3 മിനിറ്റ് ഞാൻ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റ് ഒരു മൂടി കൊണ്ട് അടച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്കുള്ള വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങി വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ട് വെള്ളം തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ വെള്ളത്തിൽ തന്നെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാതെ മറക്കരുത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇതുപോലെ തന്നെ കുറച്ച് നേരം കൂടി ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കണം.
അപ്പോൾ ഇതിലേക്ക് ആ വെള്ളമയം ഒന്നൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരുവിധം ഒന്ന് ദേ കണ്ടോ, ചെറുതായിട്ട് നമുക്കറിയാം ആ ഒരു ആദ്യം ഒഴിച്ച വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് വെള്ളം വറ്റുന്നവരെ ഒന്ന് മൂടി കൊണ്ട് അടച്ച് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്യുക. ഏകദേശം ഒരു 5 മിനിറ്റോളം മതി കേട്ടോ. ഇപ്പോൾ ദേ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മുളക് ചതച്ചതാണ്. ഇത് തന്നെ മുളക് ചതച്ച് തന്നെ ഇട്ട് കൊടുക്കണം, മുളക് പൊടി ഇടരുത്. ഇനി 1 ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മസാലയില്ലേ, മല്ലിപ്പൊടിയൊക്കെ കൂടിയുള്ള പൊടിച്ച് വെച്ച മസാല, അത് 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 2 വലിയ സവാള സ്ലൈസായിട്ട് കട്ട് ചെയ്തതാണ്, 2 വലിയ സവാള എടുക്കണം. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ആ ഒരു എണ്ണയിൽ കിടന്ന് നമ്മളുടെ ഈ ഒരു സവാളയും ഈ ഒരു ചിക്കനും നന്നായിട്ടൊന്ന് റോസ്റ്റായി വരണം. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോഴാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ്. ആ മസാലയൊക്കെ ഈ ഒരു ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞ് ഇങ്ങനെ ഒന്ന് ഇടുമ്പോഴാണ് പ്രത്യേകിച്ച്. സാധാരണ നമ്മളെപ്പോഴും മസാലയൊക്കെ വഴറ്റി അതിനുശേഷം ഉള്ളി വഴറ്റി മസാല വഴറ്റിയൊക്കെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരിക്കും, പ്രത്യേക ഒരു ടേസ്റ്റാണ്. കാരണം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടി ഒന്ന് മൂടി കൊണ്ട് അടച്ചൊന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളം മാത്രം മതി. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കണ്ടോ ദേ ഇപ്പോൾ ദേ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, വളരെ കുറച്ചും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എത്രയാണോ ഉപ്പ് വേണ്ട അതനുസരിച്ച് ഉപ്പ് ചേർക്കുക. ഇനിയും ഇത് വഴറ്റി ഒരു 5 മിനിറ്റോളം ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ 5 മിനിറ്റിലും നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് റോസ്റ്റായി വരണം. ആ സവാളയൊക്കെ ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വരണം. അതിനുവേണ്ടി മൂടി കൊണ്ട് ഒന്നുകൂടി ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ അടച്ചു വെക്കുമ്പോൾ നമ്മുടെ സവാള ഒന്നും കൂടി നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് മതി. 5 മിനിറ്റിന് ശേഷം നമുക്കൊന്നും കൂടി ഒന്ന് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു ടൈമിൽ കണ്ടോ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കറിയാം എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ നമ്മുടെ കറി കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ദേ കറക്റ്റായിട്ടുണ്ട്. എല്ലാ സവാളയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കനും നന്നായിട്ട് വെന്ത് നല്ല റോസ്റ്റായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ടൈമിൽ നോക്കുക ഇതിൻ്റെ ഉപ്പും എരിവും ഒക്കെ മതിയോ എന്ന്. അവസാനം വേണമെങ്കിൽ ഇപ്പോൾ എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഇപ്പം കുരുമുളക് പൊടി ഇടുന്നില്ല, കറക്റ്റ് എരിവാണ് ഞങ്ങൾക്ക്, അതുകൊണ്ട് എടുക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്കിത് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് നമ്മുടെ സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മൾ ഒരുപാട് എന്താ പറയുക തക്കാളിയോ അങ്ങനെ ഒന്നും ഇട്ടല്ല റോസ്റ്റ് ചെയ്യുന്നത്, ഒരു വെറൈറ്റി സ്റ്റൈലിലാണ് റോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ക്രിസ്മസിന് നല്ലൊരു അടിപൊളി ഡിഷ് തന്നെയായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.